അമേരിക്കൻ വീക്ഷണത്തിന്റെ ആദ്യകാലത്തെ പേര് അമേരിക്കൻ തരികിട എന്നായിരുന്നു. പിന്നീട് പലരും പറഞ്ഞ് തരികിട അങ്ങ് ഒഴിവാക്കി അത് വീക്ഷണമാക്കി മാറ്റി. എന്തായാലും ഇപ്പോൾ നാട്ടിൽ നിന്നാണ് ഒരു വീക്ഷണം ചെയ്യുന്നത്. അപ്പം നാട്ടിൽ നിന്നുള്ള ഒരു തരികിട എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫോമായുടെ ഗംഭീരമായ ഒരു പത്രസമ്മേളനം നടന്നു. അതുപോലെ തന്നെ ലൈഫ് ആൻഡ് ലിംബ് ഓർഗനൈസേഷന്റെ പത്രസമ്മേളനവും നടന്നു. രണ്ടിലും പങ്കെടുക്കുകയും രണ്ടിലും വേദിയിൽ കയറി ഇരിക്കുകയും ചെയ്യാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ലഭിക്കുകയും ഉണ്ടായി. അപ്പോൾ പിന്നെ അവരെപ്പറ്റി 4 വാചകം പറഞ്ഞുകൊള്ളാം എന്ന് തീരുമാനിച്ചു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇത് പറയുന്നത് എന്തിനാണ്, എഴുതിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് ഒരു കാരണമുണ്ട്. അത് ഞാൻ അവസാനം പറയാം എന്തുകൊണ്ടാണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ ഈ പത്രസമ്മേളനത്തിലേക്ക് വരാം. ഫോമായുടെ പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, ട്രഷറർ സിജിൽ പാലക്കിലോടി, അതുപോലെ തന്നെ കൺവെൻഷൻ ചെയർമാൻ പീറ്റർ കുളങ്ങര എന്നിവർ പങ്കെടുത്തു. അപ്പോൾ ആ പങ്കെടുത്തതിൽ ബേബി മണക്കുന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു, ഫോമായുടെ നിലപാടുകളും ഫോമായുടെ ആശയങ്ങളും. പക്ഷേ അതിനുശേഷം പത്രക്കാർ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ആ പത്രസമ്മേളനത്തെ വളരെ സജീവമാക്കി എന്നുള്ളതാണ് അത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വിൻസെന്റ് പാലത്തിങ്കലും സാമുമ്മനും ഒന്ന് കേൾക്കേണ്ടതാണ് ആ പത്രസമ്മേളനം എന്ന് തോന്നുന്നു. അപ്പോൾ ചോദ്യങ്ങളിൽ ഒന്ന് ഇതായിരുന്നു, ട്രംപിന്റെ നിലപാടുകൾ അത് അമേരിക്കൻ മലയാളികളെ എങ്ങനെ സ്വാധീനിക്കുന്നു. അപ്പോൾ ബേബി മണക്കുന്നേൽ പറഞ്ഞത്, ട്രംപിന്റെ നിലപാടുകൾ കൊണ്ട് മലയാളികൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലീഗലായിട്ട് താമസിക്കുന്നവർക്കാണ് പ്രശ്നം. 30 വർഷവും 35 വർഷമായിട്ട് ഇല്ലീഗലായിട്ട് താമസിച്ചിട്ട് ഇത്രയും കാലം എല്ലാ ആനുകൂല്യങ്ങളും എടുത്തിട്ട് പിന്നെ അവരെ പുറത്താക്കുമ്പോൾ കിടന്ന് കരയുന്നതിൽ അർത്ഥമില്ല. ആ പറയുന്നത് ശരിയല്ല, ഇല്ലീഗലായിട്ട് ആളുകൾ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എന്നല്ലാതെ ഒരു മാനുഷിക പരിഗണന ഇല്ലാതെ ആളുകളെ ചവിട്ടിപ്പുറത്താക്കുന്നു എന്നുള്ള രീതിയിലല്ല നമ്മളതിനെ കാണുന്നത്. നമുക്കതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുമില്ല. നമ്മുടെ കുട്ടികൾക്ക് അതുകൊണ്ട് നഷ്ടം ഇല്ല, നമുക്ക് വിഷമതകളില്ല. കാരണം നമ്മുടെ കുട്ടികൾ ഈ മത്സരവും അവർക്ക് ഉള്ള അവസരങ്ങൾ ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയുണ്ട് ഈ ആളുകൾ ഇങ്ങനെ ഇടിച്ചു കയറി വരുമ്പോൾ. അപ്പോൾ അത് ഒഴിവായി കിട്ടും. അപ്പോൾ പൊതുവിൽ ട്രംപിന്റെ നിലപാടുകൾ മോശമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തായാലും സാമുമ്മനൊന്നും കേൾക്കേണ്ടതില്ല. പക്ഷേ വിൻസെന്റ് പാലത്തിങ്കിലും ഒക്കെ ഇതിന് ശക്തമായ പിന്തുണയുമായിട്ട് രംഗത്ത് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ കമന്റ് സെക്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ വേറെ ചിലർ പറഞ്ഞത്, ഇനി ഈ ഫോമാ നേതാക്കള് ഈ രാഷ്ട്രീയമേ പറയരുത് എന്നിനി ഭരണഘടനാ ഭേദഗതി വരുമോ എന്നാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടതെന്നാണ് വേറെ ചിലരും പറയുന്നത്. എന്തായാലും അത് നമുക്ക് ഒരു ചിരിച്ച് കളയാവുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ മറ്റൊരു ചോദ്യം വന്നത്, ഈ അമേരിക്കയിലുള്ള ആളുകൾ അവരുടെ മാതാപിതാക്കളെ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു, അവരെ തിരിഞ്ഞു നോക്കുന്നില്ല, അവരെ ഇവിടെ ഒറ്റപ്പെടുത്തി കഷ്ടപ്പെടുത്തുന്നു, ആ രീതിയിലുള്ളൊരു ചോദ്യമുണ്ടായി. അതിനും അദ്ദേഹം നല്ല മറുപടിയാണ് പറഞ്ഞത്. ഈ കഴിയുന്നത്ര മാതാപിതാക്കളെ നമ്മൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മിക്കവരും തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നവർ, ഇവിടുന്ന് വരാൻ താല്പര്യമുള്ളവർ അവരെ ടേക്ക് കെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതിനു പുറമേ അത് നമുക്കും അറിയാം, കാരണം ഈ അമേരിക്കയിൽ നിത്യേന എന്നോണം മലയാളികൾ മരിക്കുന്നുണ്ട്, പ്രായമായവർ മരിക്കുന്നുണ്ട്. അത് ആരുടെയെങ്കിലും അച്ഛനോ അമ്മയോ ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഉള്ളവര് അവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. ഇല്ലെങ്കിൽ ഈ വാർദ്ധക്യകാല സംരക്ഷണം നൽകുന്ന സ്ഥലങ്ങളിൽ ഇപ്പം നല്ല സ്ഥലങ്ങളുണ്ട്, അവിടെ ആ മാതാപിതാക്കളെ പോരുന്നു. അങ്ങനെ ആരും മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കളയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മിക്കവരും അങ്ങനെ അല്ലാതെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാവാം. പക്ഷേ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു പെർസെപ്ഷൻ, ഈ അമേരിക്കൻ മലയാളികളൊക്കെ മാതാപിതാക്കളൊക്കെ ഇവിടെ ഇട്ടിട്ട് അവർ സ്ഥലം വിട്ട് പോവുകയാണെന്നുള്ളൊരു ചിന്താഗതി ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അങ്ങനെയില്ല എന്നാണ് ബേബി മണക്കുന്നേലും വ്യക്തമായിട്ട് പറഞ്ഞത്. അപ്പം ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഈ സിജിലും അതുപോലെ തന്നെ പീറ്റർ കുളങ്ങരയും ഒക്കെ ഇത് ശരിവെക്കുന്ന രീതിയിലാണ് പറയുകയുണ്ടായത്. അങ്ങനെ ആളുകളെ ഉപേക്ഷിച്ച് പോവുക, മാതാപിതാക്കളെ ഉപേക്ഷിച്ച് പോവുക, അല്ലെങ്കിൽ നമ്മുടെ കർത്തവ്യങ്ങളിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ള കാര്യങ്ങളല്ല. എന്ന് മാത്രമല്ല ഫോമ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റിയും അവരെല്ലാം വിശദീകരിക്കുകയും ചെയ്തു. അതായത് ഇവിടെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അത് മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന, അമേരിക്കൻ മലയാളികളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. നാളെയാണെങ്കിലും പലർക്കും ജീവകാരുണ്യ ഈ തയ്യൽ മെഷീൻ കൊടുക്കുക, ഈ നഴ്സിംഗ് വിദ്യാർത്ഥിനികൾക്ക് സഹായം എത്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് ഈ അമേരിക്കയിലെ വിദ്യാഭ്യാസത്തിന് വരുന്നവർക്കും അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി വരുന്നവർക്കും വേണ്ടിയുള്ള ഒരു കരിയർ ഗൈഡൻസ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അമേരിക്കയിൽ വരാൻ പറ്റുക ലീഗലായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ വിശദീകരിക്കുക. അത് വളരെ പ്രയോജനപ്രദമായിരിക്കും, ആളുകൾക്ക് ഉപകരിക്കുന്ന കാര്യമായിരിക്കും. പതിവ് പോലെ മന്ത്രിമാരുടെ ഒരു നിര തന്നെയുണ്ട്. രാവിലെ ഉദ്ഘാടനത്തിന് മന്ത്രി റോഷി അഗസ്റ്റിനുണ്ട്, വൈകിട്ട് പല മന്ത്രിമാർ, പല കൂട്ടം ആളുകൾ എല്ലാം ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും ഈ കൺവെൻഷൻ ഇപ്പോൾ തന്നെ
ആളുകളെല്ലാം സജീവമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു ഉത്സവം പോലെയായി മാറിയിട്ടുണ്ട് ഈ കേരള കൺവെൻഷൻ. അത് പിന്നെ ഫൊക്കാനയുടെ ആണേലും ഫോമയുടെ ആണേലും ഇന്ത്യ പ്രസ് ക്ലബിൻ്റെതാണെങ്കിലും ഇത് 3 സംഘടനകളാണ് പ്രധാനമായിട്ട് ഈ കേരള കൺവെൻഷൻ നടത്തുന്നത്. ഈ കേരള കൺവെൻഷനെല്ലാം ഒരു ഉത്സവം പോലെയായി മാറിയിട്ടുണ്ട്. ഈ അമേരിക്കയിലെ കൺവെൻഷൻ കുറച്ചുകൂടെ മാറ്റർ ഓഫ് ഫാക്ട്, കുറച്ചുകൂടെ ബിസിനസ് പരമായിട്ടാണെങ്കിലും ഈ കേരളത്തിൽ നടത്തുന്നത് അത് നമുക്ക് ഉല്ലസിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്തായാലും അത് നമ്മൾ വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പം തന്നെ ആളുകളെല്ലാം പിന്നെ കോട്ടയത്തെ വിൻസർ കാസിൽ അണിനിരന്നിട്ടുണ്ട്. അവരുടെ എല്ലാം പടങ്ങളെല്ലാം നമ്മൾ പിന്നെ ഈ വാട്സാപ്പ് പോസ്റ്റുകളിലൊക്കെ കാണുന്നുമുണ്ട്. അപ്പം നാളെ രാവിലെ 9-10 മണി മുതൽ ഒരു ദിവസത്തേക്കുള്ള ആസ്വാദികരമായ പരിപാടികളെല്ലാം വിൻസർ കാസിൽ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാവരും അവിടെ വരിക, പങ്കെടുക്കുക. ഇനി ശനിയാഴ്ച കുമരകത്ത് നിന്ന് ഒരു ബോട്ട് യാത്ര, പിന്നെ ഞായറാഴ്ച പിന്നെ കൊച്ചി ഗോകുലം പാർക്കിൽ വെച്ച് ഒരു ബിസിനസ് മീറ്റ്, അത് ഉച്ചയ്ക്ക് ശേഷം 3:30. അപ്പോൾ അതിനു മുമ്പ് രാവിലെ 12 മണിക്ക് പിന്നെ അത് 11:30 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മലയാളിയുടെ ചെറുകഥാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനം നമ്മൾ അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ വേദിയിൽ വെച്ച്, ആ സ്ഥലത്ത് തന്നെ ഗോകുലം പാർക്കിൽ വെച്ച് കഴിയുന്നത്ര പേരെ നമ്മൾ അതിലേക്ക് ക്ഷണിക്കുന്നു. അതിലെ പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയ കൂടെ വരാമെന്ന് ഇപ്പം ലേറ്റസ്റ്റ് ന്യൂസാണ്, വരാമെന്നുകൂടെ പറഞ്ഞിരിക്കുന്നു. വലിയൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതിന് പുറമെ നമുക്ക് എല്ലാം സുപരിചിതനായ ഡോക്ടർ എം വി പിള്ള, പിന്നെ ഈ കമ്പിളി കണ്ടത്തിലെ കൽവരണികൾ എന്ന നോവൽ എഴുതിയ സാഹിത്യ ഗ്രന്ഥം എഴുതിയ പിന്നെ പ്രൊഫസർ ബാബു ജോസഫ്, പിന്നെ ഈ ദലീമ ജോജോ MLA, അവരും നമുക്ക് അമേരിക്കൻ മലയാളികൾക്ക് സുപരിചിതയാണ്. പിന്നെ ഫോമയുടെ നേതാക്കൾ ബേബി മണക്കുന്നേൽ, ബൈജു വർഗീസ്, സെക്രട്ടറി ബൈജു വർഗീസ്, ഇവരും മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഈ എല്ലാവരും പിന്നെ ഞായറാഴ്ച രാവിലെ തന്നെ ഒരു 11:30 ആകുമ്പോഴത്തേക്ക് ഗോകുലം പാർക്കിൽ വരണം. അപ്പം ഈ മലയാളിയുടെ പരിപാടിയിൽ കൂടാം, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഫോമയുടെ പരിപാടിയിലും കൂടാം. അപ്പം രണ്ട് കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ആ ലൈഫ് ആൻഡ് ലിംബ് ഓർഗനൈസേഷൻ്റെ പത്രസമ്മേളനം നടന്നു. അതിൽ ജോൺസൺ സാമുവലും പിന്നെ അതുപോലെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാനും പേരുമാണ് ആ പത്രസമ്മേളനത്തിൽ വന്നിരുന്നത്. അപ്പോൾ അതിൽ വലിയധികം ചോദ്യങ്ങളുണ്ടായില്ല, കാരണം എല്ലാവരും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അദ്ദേഹം ഈ ലൈഫ് ആൻഡ് ലിംബ് ആ പ്രസ്ഥാനം തുടങ്ങിയതിനെ പറ്റി പറഞ്ഞു. അതായത് അദ്ദേഹം 2011-ലോ 12-ലോ മറ്റോ ഇവിടെ വന്നു, കുടുംബസമേതം വരുന്നു. വന്നപ്പോൾ വഴിയിൽ കാലില്ലാത്ത ഒരാൾ, ഒരു ഭിക്ഷക്കാരൻ നിൽക്കുന്നു. അപ്പോൾ അയാളോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു കാല് വെച്ചുകൂടാ, ഇങ്ങനെ കാലില്ലാതെ ഇരിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കാല് വെച്ചതാണ്, പക്ഷെ അത് കേടായിപ്പോയി, അത് പിന്നെ റീപ്ലേസ് ചെയ്യാനായിട്ട് വേറൊന്നും വെക്കാനായിട്ടുള്ള മാർഗ്ഗമില്ല. അപ്പോൾ അത് വളരെ സങ്കടമായിട്ട് അദ്ദേഹത്തിന് തോന്നി. ഉടനെ അദ്ദേഹം പിന്നെ ആലോചിച്ചത് എങ്ങനെ സഹായിക്കാമെന്നാണ്. അപ്പോൾ തിരിച്ച് അമേരിക്കയിൽ വന്ന ശേഷം അദ്ദേഹം ചിന്തിച്ചത്, പിന്നെ അദ്ദേഹവും പിന്നെ വൈഫും പിന്നെ 3 കുട്ടികളും, അങ്ങനെ 5 പേർക്ക് 10 കാലുകൾ. അപ്പോൾ ഒരു 10 കാലുകൾ ആളുകൾക്ക് കൊടുക്കുക, 10 പേർക്കെങ്കിലും ഒരു സഹായം എത്തിക്കുക എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അത് 10 എന്ന് വിചാരിച്ചോ, സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് അത് 20 ആക്കി. പിന്നെ ഓരോ വർഷവും ഇത് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം ഈ കഴിഞ്ഞ വർഷം തന്നെ 100-ൽ പരം, ഇപ്പം ഇതിനോടകം 340 പേർക്ക് കാലുകൾ കൊടുക്കാൻ തുടങ്ങി. അത് ഏറ്റവും നല്ല ജർമ്മൻ മെയ്ഡാണ്. ഈ ജർമ്മൻ മെയ്ഡ് അതാണ് ഏറ്റവും മികച്ചത്. അത് 2 ലക്ഷം രൂപയോടെ അതിന് വില വരും. അപ്പോൾ അത് ഒരുവിധം ഈ കാല് ഉപയോഗിക്കാൻ കഴിയുന്നവർക്കാണ് കൊടുക്കുന്നത്. അതായത് തീരെ കിടക്കാൻ മേലാത്ത, പിന്നെ എണീറ്റ് നിൽക്കാൻ മേലാത്ത ആളുകൾക്ക് ഇത് കൊടുത്തിട്ട് കാര്യമില്ല. ഈ കാല് കിട്ടിയാൽ അവർക്ക് പ്രയോജനപ്പെടുന്ന ആളുകൾ, ചെറുപ്പക്കാർ, ആരോഗ്യമുള്ളവർ, പിന്നെ ഇത് ഉപയോഗിച്ച് പിന്നെ ഓടാനും ചാടാനും ഒക്കെ പിന്നെ തയ്യാറുള്ളവർ, താല്പര്യമുള്ളവർ, അവർ ഇതുകൊണ്ട് രക്ഷപ്പെടുന്ന ആളുകൾ, അവരെയാണ് തിരഞ്ഞുപിടിച്ച് പിന്നെ കൊടുക്കുന്നത്. അപ്പോൾ കാലുകളില്ലാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടണം. വളരെ നിസ്സാരമായിട്ടാണ്. അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ലൈഫ് ആൻഡ് ലിംസ് പിന്നെ .org എന്ന മറ്റാണ് അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേര്. അവിടെ ചെന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ അവർ ഇങ്ങോട്ട് സമീപിക്കും. ഒരു പൈസയും കൊടുക്കേണ്ടതില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അതിൽ ജോൺസൺ സാമുവലിൻ്റെ ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത്, അദ്ദേഹം കേരളത്തിൽ നിന്ന് ഒരു പൈസയും സ്വീകരിക്കില്ല എന്നാണ്. സഹായമായിട്ട് പലരും ഇദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട്, പക്ഷേ ഒരു പൈസയും ആരോടും കേരളത്തിൽ നിന്ന് വാങ്ങില്ല എന്നാണ് അദ്ദേഹം പിന്നെ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. എത്രയോ നല്ല കാര്യം. അപ്പോൾ പണം ഉണ്ടാക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ പണം കിട്ടുക എന്നുള്ളതല്ല ലക്ഷ്യം. അതുപോലെ തന്നെ ഈ അമേരിക്കയിൽ പിന്നെ വ്യാപകമായ പണപ്പിരിവൊന്നുമില്ല. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സ്പോൺസർ ചെയ്യാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരിൽ നിന്ന് ആ സഹായം സ്വീകരിക്കുക ആളുകൾക്ക് കൊടുക്കും. എന്ന് മാത്രമല്ല, ഈ കാലിന് വേണ്ടി പണം തന്നാൽ അത് കാലിന് വേണ്ടി മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഉച്ചഭക്ഷണം അദ്ദേഹം ഏർപ്പാടാക്കിയിരുന്നു പ്രസ് ക്ലബ്ബ് പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ്. അദ്ദേഹം പറഞ്ഞത് അതിനുപോലും സ്വന്തം കയ്യിൽ നിന്നുള്ള കാശ്, അതല്ലാതെ ഈ പ്രസ് ക്ലബ്ബിൽ പ്രസ് മീറ്റ് നടത്തുന്നു അതിനുള്ള പൈസ, അതുപോലും സ്വന്തം കയ്യിൽ നിന്ന് മാത്രം. അപ്പോൾ ഈ ആരെങ്കിലും ഡൊണേഷനൊക്കെ തന്നാൽ അത് അതിനു വേണ്ടി മാത്രം. അപ്പോൾ
അല്ലാതെ വേറെ ഒരു പൈസ പോലും വകമാറി ചെലവഴിക്കില്ല. വാസ്തവം പറഞ്ഞാൽ അതൊരു വലിയ ഡെഡിക്കേഷനും വലിയൊരു ദൗത്യവും പോലെ തോന്നി. എന്ന് മാത്രമല്ല അവിടെ വന്നിരുന്ന ആ പിന്നെ ഈ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന ഏതാനും ആളുകളുണ്ട്. അവരുടെ എല്ലാം പേരുകൾ പ്രസിദ്ധീകരിക്കാനോ ഒരു പേരെടുക്കാനോ ഉള്ള ഒരു പിന്നെ ഒരു പിന്നെ നീക്കവും നടന്നതായി തോന്നിയില്ല. ഏറ്റവും അനുകരണീയമായ ഒരു മാതൃകയായിട്ട് തോന്നി ഈ ചാരിറ്റി പ്രവർത്തനം. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ എനിക്കും കുറച്ച് നന്മ ചെയ്യണം, ആളുകൾ എനിക്ക് കാശ് തന്നാൽ നാട്ടുകാർക്കെല്ലാം കൊടുത്ത്, അല്ല അതിൽ നിന്ന് കുറച്ചൊരു പങ്ക് ഞാനും എടുത്തിട്ട് ബാക്കി നാട്ടുകാർക്കെല്ലാം കൊടുത്ത് സഹായിക്കാൻ നമുക്കും വലിയ താല്പര്യമാണെന്നാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നത്. കാരണം പിന്നെ അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ചാരിറ്റി എന്ന് പറയുന്നത്. സ്വന്തം കാര്യം നടക്കും, അതിൻ്റെ കൂടെ മറ്റുള്ളവർക്കും എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ പൈസ മേടിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഞാനത് ചെയ്യാത്തതിൻ്റെ കാര്യമെന്ന് പറയുണ്ടായി, ഈ പൈസയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഈ ശർക്കരക്കുളത്തിൽ കൈയിട്ടാൽ ആരും ഒന്ന് നക്കിപ്പോകും എന്നുള്ളൊരു തത്വമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ആ പണിക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയുമായിരുന്നു. എന്തായാലും ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കും വലിയ അപ്പം ഈ ലൈഫ് ആൻഡ് ലിംസിൻ്റെ അവരുടെ സമ്മേളനം നാളെ ആൻസ് ഓഡിറ്റോറിയത്തിൽ, അത് BCM കോളേജിനടുത്താണ്. അത് 2 മണിക്കാണ്. അപ്പോൾ അതിന് കഴിയുന്നത്ര പേര് പങ്കെടുക്കേണ്ടതുണ്ട്. താല്പര്യമുള്ളവരെല്ലാം പങ്കെടുക്കണം. അത് വലിയ ആളുകളാണ് അതിൽ സംസാരിക്കുന്നത്. മുൻ ചീഫ് സെക്രട്ടറി ജിജി തോമസൺ മുതൽ പിന്നെ ഗോപിനാഥ് മുതുകാട്, അങ്ങനെ ഒട്ടേറെ പ്രമുഖരായ വ്യക്തികളാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ടും വർത്തി ആയിരിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു തർക്കവുമില്ല. ഇനി ആദ്യം ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഞാനിത് എഴുതാതെ ഇത് പറയുന്നതെന്ന് ഒരു കാര്യമേ ഉള്ളൂ. ഈ എഴുതിയത് ജനങ്ങൾ വായിക്കുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ വായനാശീലം വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് ആരെങ്കിലും എന്തെങ്കിലും എഴുതിവിടും, ഉടനെ 900 വെബ്സൈറ്റുകളുണ്ട് അമേരിക്കയിൽ. ഇതെല്ലാം കൂടി ഒരു കടിപിടിയാണ്. ഇതെല്ലാം കൂടി എടുത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു വെപ്രാളമാണ് കാണുന്നത്. ഈ ശരിക്കുള്ള പത്രപ്രവർത്തകർ ഇതൊന്നും ബാധകമല്ലാത്തൊരവസ്ഥ അമേരിക്കയിൽ വന്നിരിക്കുന്നു. അതിന് അക്ഷരാർത്ഥത്തിൽ മനമെടുത്ത ഒരാളാണ് ഞാൻ. അപ്പം നേരെ മറിച്ച് ഇത് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് കഴിയുന്നൊരു കാര്യമാണ്. എല്ലാവരും മത്സരം ഇതുവരെ വന്നിട്ടില്ല. ഈ മലയാളി ചെയ്യുന്നത് പിന്നെ നാളെ മറ്റുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. അപ്പോൾ നാളെ ആരെങ്കിലും ചെയ്തു തുടങ്ങുന്നവർ നമുക്കിത് തുടരാം. എന്തായാലും നാളെ ഈ 2 സമ്മേളനങ്ങൾക്കും എല്ലാവരും പങ്കെടുക്കണം. കഴിയുന്നത്ര ആളുകൾ പങ്കെടുക്കണം.